രക്ഷയുടെ പാതയിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പൊന്നുമക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? കാപ്പിയൊക്കെ കുടിച്ചോ? പഠിക്കാൻ റെഡിയായിട്ടാണോ വന്നത്? എങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം അല്ലേ? കണ്ണടച്ചേ, കൈയൊക്കെ ഒന്ന് കൂപ്പി പിടിച്ചേ. ഈശോയുടെ പൊന്നുമക്കള് നല്ല മിടുക്കരായിട്ട് ഈശോയ്ക്ക് ഇഷ്ടമുള്ള കുഞ്ഞായിട്ട് നിൽക്കണം കേട്ടോ. കൈകൂപ്പി കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ഈശോയെ, ഞാനും അങ്ങയെ സ്നേഹിക്കുന്നു. ഈശോയെ പോലെ നല്ല കുഞ്ഞായി വളരുവാൻ, നന്നായി പ്രാർത്ഥിക്കുവാൻ, നന്നായി പഠിക്കുവാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇന്നെന്തോ ഒന്ന് കൊണ്ടുവരാൻ സിസ്റ്റർ പറഞ്ഞായിരുന്നല്ലോ. എന്തായിരുന്നു? ആ മിടുക്കൻ കൊണ്ടുവന്നോ? പൂവ് കൊണ്ടുവന്നു അല്ലേ? അതിപ്പോൾ നിങ്ങളുടെ അടുത്ത് തന്നെ വെക്കുക കേട്ടോ. ക്ലാസ് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലെ ഈശോയുടെ അടുത്ത് അത് കൊണ്ട് വയ്ക്കണം. സിസ്റ്റർ പറയാം കേട്ടോ. നമ്മൾ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു ദേവാലയത്തിൽ പോകുന്ന ഈശോയുടെ കഥ കേൾക്കണം എന്നല്ലേ? അത് തന്നെ. നോക്കിക്കേ, ഈശോ എങ്ങനെയാ ദേവാലയത്തിൽ പോയതെന്നും അവിടെ ചെന്നിട്ട് ഈശോ എന്താ ചെയ്തതെന്നും മക്കളിതൊന്ന് നോക്കിക്കേ. യേശുവിന് 12 വയസ്സായി. നമുക്കിവനെ ജെറുസലേം ദേവാലയത്തിൽ പെസഹാ തിരുനാളിന് കൊണ്ടുപോകണ്ടേ? ശരിയാണ്. പക്ഷേ ജെറുസലേമിലെ പ്രശ്നങ്ങളോർത്ത് എനിക്ക് ഭയം തോന്നുന്നു. യൂതന്മാരും റോമാക്കാരും തമ്മിൽ എപ്പോഴും വഴക്കിലാണ്. ഏത് സമയത്തും യുദ്ധം നടന്നേക്കാം. അത് സാരമില്ല, കർത്താവ് നമ്മെ കാക്കും. യുദ്ധത്തിന് മുമ്പ് തന്നെ നമുക്ക് മടങ്ങിപ്പോരാം. ശരി, എന്നാൽ അടുത്ത ആഴ്ച നമുക്ക് ജെറുസലേമിലേക്ക് പോകാം. നാളെ തന്നെ യാത്രയുടെ തയ്യാറെടുപ്പുകൾ നമുക്ക് തുടങ്ങാം. അടുത്ത ആഴ്ച ജോസഫ് മറിയത്തെയും യേശുവിനെയും ജെറുസലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുറേ ദിവസങ്ങൾ യാത്ര ചെയ്ത് പെസഹാ തിരുനാളിനായി അവർ ജെറുസലേമിലെത്തി. ഇവിടെ നല്ല തിരക്കാണല്ലോ. നോക്കൂ, അയാൾ ബലിയർപ്പിക്കാനുള്ള ആട്ടിൻകുട്ടികളെ വിൽക്കുന്നുണ്ട്. നമുക്ക് അയാളുടെ അടുത്തേക്ക് പോകാം. സുഹൃത്തെ, ഈ ആട്ടിൻകുട്ടിക്ക് എന്താ വില? ബലിയർപ്പണത്തിന് തികച്ചും യോജിച്ച ആട്ടിൻകുട്ടിക്ക് 10 ഷെക്കൽ. അത് വളരെ കൂടുതലാണല്ലോ. അത് സാരമില്ല, ഇത് യേശുവിന്റെ ആദ്യത്തെ ബലിയർപ്പണമല്ലേ? ശരി, അത് തന്നോളൂ. ആഹാ, പുരോഹിതൻ അവിടെ തന്നെ ഉണ്ടല്ലോ. നമുക്ക് പോയി ഈ ആട്ടിൻകുട്ടിയെ ഏൽപ്പിക്കാം. ഗുരു, എന്താണ്? ഞങ്ങൾ നസറത്തിൽ നിന്ന് വന്നതാണ്. എൻ്റെ മകൻ യേശുവിന് 12 വയസ്സായി. ഇത് ഞങ്ങൾ അർപ്പിക്കുന്ന ബലിയാണ്. ഇത് സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണം. ശരി, ഇത് നല്ലൊരാട്ടിൻകുട്ടിയാണ്. ദൈവത്തിൻ്റെ മുഖം നിങ്ങളിൽ പ്രകാശിക്കട്ടെ. കണ്ടോ, ഈശോ ആരുടെ കൂടെയാ ദേവാലയത്തിൽ പോയത്? ആ മാതാവിൻ്റെയും യോസേപ്പ് പിതാവിൻ്റെയും കൂടെയാണല്ലേ? ഈശോയുടെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു? ഒരു ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നു എന്ന്. എന്നിട്ടോ ആട്ടിൻകുട്ടി എന്തിനാ കൊണ്ടുപോയത്? ബലി അർപ്പിക്കാനാണല്ലേ? മക്കളെ, നമ്മൾ എന്തിനാ ദേവാലയത്തിൽ പോകുന്നത്? എന്തിനാ? ബലി അർപ്പിക്കാനാണ് കേട്ടോ. എന്തിനാ നമ്മൾ ദേവാലയത്തിൽ പോകുന്നത്? ബലി അർപ്പിക്കാനാണ് നമ്മൾ ദേവാലയത്തിൽ പോകുന്നത് കേട്ടോ. നിങ്ങൾ പോയിട്ടുണ്ടോ? നമ്മുടെ പള്ളിയിൽ, ഇടവകയിലെ ദേവാലയത്തിൽ പോയിട്ടുണ്ടോ? ഉണ്ടല്ലേ? എന്താ നിങ്ങളുടെ ദേവാലയത്തിൻ്റെ പേരെന്നറിയാവോ? നമുക്കൊക്കെ ഒരു പേരുണ്ട്. ആ പേരിലാണ് നമ്മളൊക്കെ അറിയപ്പെടുക. എന്താ മക്കളുടെ പേരെന്നൊന്ന് ഉറക്കെ പറഞ്ഞേ. മിടുക്കര്. ഇതുപോലെ നമ്മുടെ ദേവാലയത്തിനും ഒരു പേരുണ്ട്. എന്താ പേരെന്നറിയോ മക്കൾക്ക്? ഇല്ലേ? പപ്പയുണ്ടോ അടുത്ത്?
ഒന്ന് ചോദിച്ചേ, എന്താ നമ്മുടെ ദേവാലയത്തിൻ്റെ പേരെന്ന്? പറഞ്ഞു തന്നോ? സെന്റ് ജോർജ് ചർച്ചോ? പിന്നെയോ സെന്റ് മേരീസ് ചർച്ച് അല്ലേ? ഇതുപോലെ ഏതെങ്കിലും ഒരു വിശുദ്ധൻ്റെ അല്ലെങ്കിൽ വിശുദ്ധയുടെ പേരാണ് നമ്മുടെ ദേവാലയത്തിനുള്ളതല്ലേ? ആ പേരിലാണ് നമ്മുടെ ദേവാലയം അറിയപ്പെടുക. എന്താ മക്കളുടെ ദേവാലയത്തിൻ്റെ പേര്? മിടുക്കരാണ് കേട്ടോ. ആരാ മക്കളെ നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥൻ അറിയോ? ആ പേരാരുടെ പേരാണോ നമ്മുടെ ദേവാലയത്തിനുള്ളത് അവരാണ് നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥൻ അല്ലേ? ആ മധ്യസ്ഥനാണ് ഈശോയുടെ അടുത്തിരുന്ന് നമ്മുടെ ആ ഇടവകയിലെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ആരാ നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥൻ? മാതാവ്, വിശുദ്ധ അന്തോനീസ്. ആരുടെ പേരിലാണോ നമ്മുടെ ദേവാലയം ഉള്ളത് അവരാണ് ഈശോയുടെ അടുത്തിരുന്ന് ആ ഇടവകയിലെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ലേ? നമ്മുടെ ദേവാലയത്തിൻ്റെ പേരെന്താന്ന് മക്കൾ പഠിച്ചു? നമ്മുടെ മധ്യസ്ഥൻ ആരാന്ന് പഠിച്ചു? ഇനി നമുക്ക് ദേവാലയത്തിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയാലോ? കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞായിരുന്നു, എവിടെയാ ഈശോ നമ്മളെ കാത്തിരിക്കുന്നത്? സക്രാരിയിലാണല്ലേ? സക്രാരിയിൽ ഈശോ നമ്മളെ കാത്തിരിപ്പുണ്ട്. അങ്ങനെയെങ്കിൽ ഈശോയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈശോയുടെ അടുത്ത് ചെല്ലുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഇതാ ഈ കൂട്ടുകാര് നമുക്ക് പറഞ്ഞു തരും. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ദൈവത്തിനാലയം ദേവാലയം, ദൈവം വസിക്കുന്ന പുണ്യസ്ഥലം. ദേവാലയത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവകൃപ നമ്മിലൊഴുകിയെത്തും. ദൈവത്തിനാലയം ദേവാലയം, ദൈവം വസിക്കുന്ന പുണ്യസ്ഥലം. ദേവാലയത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവകൃപ നമ്മിലൊഴുകിയെത്തും. ദൈവത്തിനാലയം ദേവാലയം. ശ്രദ്ധയും ശുദ്ധിയതും ദൈവാലയത്തിൽ പുലർത്തിയിടണം. ദിവ്യബലിയത് പങ്കുചേർന്ന് എന്നും വിശുദ്ധി വരിച്ചിടണം. ഭക്തിയും ശ്രദ്ധയും ശുദ്ധിയതും ദൈവാലയത്തിൽ പുലർത്തിയിടണം. ദിവ്യബലിയത് പങ്കുചേർന്ന് വിശുദ്ധി വരിച്ചിടണം. ദൈവത്തിനാലയം ദേവാലയം, ദൈവം വസിക്കുന്ന പുണ്യസ്ഥലം. ദേവാലയത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവകൃപ നമ്മിലൊഴുകിയെത്തും. ദൈവത്തിനാലയം ദേവാലയം, ദൈവം വസിക്കുന്ന പുണ്യസ്ഥലം. ദേവാലയത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവകൃപ നമ്മിലൊഴുകിയെത്തും. ദൈവത്തിനാലയം ദേവാലയം. ശ്രദ്ധിച്ചോ? എന്ത് ചെയ്യണമെന്നാ കൂട്ടുകാർ പറഞ്ഞത്? ഭക്തിയോടെ മുട്ടുകുത്തി നല്ല കുഞ്ഞായി ഈശോയോട് സംസാരിക്കണം അല്ലേ? ഈശോയോട് പ്രാർത്ഥിക്കണം. എന്തിനാ മക്കളെ നമ്മൾ ദേവാലയത്തിൽ പോകുന്നത്? ദൈവത്തെ സ്തുതിക്കാൻ, ദൈവവചനം കേൾക്കാൻ,
പ്രാർത്ഥിക്കാൻ. എന്തിനാ പോകുന്നത്? ദൈവത്തെ സ്തുതിക്കാൻ, ദൈവവചനം കേൾക്കാൻ, പ്രാർത്ഥിക്കാനാണല്ലേ? അങ്ങനെയെങ്കിൽ ദേവാലയത്തിൽ പോയിട്ട് വികൃതി കാണിക്കാവോ? പാടില്ല കേട്ടോ. അവിടെ പോയി ഈശോയോട് മാത്രമേ നമ്മൾ സംസാരിക്കാവുള്ളൂ. കൂട്ടുകാരോട് സംസാരിച്ചാൽ ഈശോയ്ക്ക് അത് ഇഷ്ടാവില്ല അല്ലേ? ഇനി നമുക്ക് ഈ കൊറോണയൊക്കെ മാറിക്കഴിയുമ്പം നമ്മുടെ ദേവാലയത്തിൽ പോകണം അല്ലേ? എന്നിട്ട് ഈശോയോട് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കണം കേട്ടോ. നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരണം. ഈശോയ്ക്ക് ഇഷ്ടമുള്ള നല്ല മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് വളർന്നു വരാൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കൈകൂപ്പി കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടെ നിന്നെ കാത്തിരിക്കുന്ന ദേവാലയത്തിൽ ഏറ്റവും ഭക്തിപൂർവ്വം പെരുമാറുവാൻ, ഈശോയെ സ്നേഹിക്കുവാൻ, ഈശോയ്ക്ക് ഇഷ്ടമുള്ള കുഞ്ഞായി പെരുമാറുവാൻ എന്നെ സഹായിക്കണമേ. ആമേൻ. ഒരു കൊച്ചു ജോലി കൂടെ സിസ്റ്റർ തരട്ടെ. അടുത്ത ആഴ്ചത്തേക്ക് ഒരു കുഞ്ഞ് ദേവാലയം വരയ്ക്കണം കേട്ടോ. എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് അറിയില്ലേ? നിങ്ങളുടെ പപ്പയോടോ മമ്മിയോടോ പറഞ്ഞാൽ മതി. ഒരു കൊച്ചു ദേവാലയം വരച്ച് അതിൻ്റെ നടുവിൽ ഒരു കുരിശ് വരച്ച് നിങ്ങളുടെ ദേവാലയത്തിൻ്റെ പേര് കൂടെ അവിടെ എഴുതണം. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥൻ്റെ അല്ലെങ്കിൽ മധ്യസ്ഥയുടെ പേരായിരിക്കും അത്. ദേവാലയം വരച്ച് പേര് കൂടെ ഒന്ന് എഴുതിക്കൊണ്ട് വരണം കേട്ടോ. അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് അയക്കാനും മറക്കരുതേ. ഒന്ന് സ്തുതി ചൊല്ലിക്കേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.